എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുപോട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോട്ടെ. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷേകം, അത്യുന്നതനായ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ, വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചേർന്ന് കരമടിച്ച് പാടാം. മഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. അഭിഷേക മഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റ കരമുടിയടിച്ച് എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണ്ണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണ്ണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓരോരുത്തരിലും നിറയപ്പെടുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ദൈവമേ ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരമേർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങളെല്ലാം ഉയർത്തി പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ശക്തിയോടെ ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായെന്നിൽ വാ. സർവശക്തിയോടെ സൈന്യമാകും കാറ്റായി വാ, തേജസ്സായെന്നിൽ വാ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. കരമുടി കെട്ടിയടിച്ച് അണ്ണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണ്ണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. എനിക്കു മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. ഉള്ളും ഉൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. നീ എനിക്കു മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. ഉള്ളും ഉൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. യെരൂശലേമിൻ ഈ മതിലേ
മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അഭിഷേകത്തോടെ അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ, സാന്നിധ്യം ആത്മാവിൻ തീയാണേ. വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവിൻ തീയാണേ, ദൈവശക്തി വെളിപ്പെടട്ടെ. ആത്മാവിൻ ദൈവത്തിന്റെ തീയാണേ, സൗഖ്യം വെളിപ്പെടട്ടെ. ആത്മാവിൻ ദൈവത്തിന്റെ തീയാണേ, സമാധാനം ഓരോ മക്കളിലും വെളിപ്പെടട്ടെ. ആത്മാവിൻ തീയാണേ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവിൻ ദൈവത്തിന്റെ സമൃദ്ധി ദൈവമക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ആത്മാവിൻ ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവിൻ ദൈവിക ശക്തി നിറയപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. വലിയ വിടുതൽ സംഭവിക്കട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യത്താൽ വലിയ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പിതാവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കൃപ നിറയപ്പെടട്ടെ. പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞതുപോലെ ദൈവത്തിന്റെ അത്ഭുതമായ സാന്നിധ്യവും ശക്തിയും വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പിതാവിന്റെ മഹത്വം ദൈവജനത്തിന്റെ മേൽ ആവസിക്കപ്പെടട്ടെ. ആദിമ സഭയിൽ ദൈവാത്മാവ് വ്യാപരിച്ചതുപോലെ ഈ സമൂഹത്തിന്റെ മേൽ, ഈ ആലയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ എന്ന് ദാസർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുകയാണ്. ഈശോയുടെ പിടാസകനത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഹോശാന പാടി യേശുവിനെ ആരാധിച്ച നിമിഷം, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് യേശു തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയാണ്. ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി ഉയർത്തെഴുന്നേൽക്കുവാനുള്ളത് ഒരു ദൈവമൈതലിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദൈവിക കാരുണ്യം കർത്താവ് ലാസറിലൂടെ വെളിപ്പെടുത്തുകയും മനുഷ്യനെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് സാധ്യമാകുമെന്ന് ദൈവം വെളിപ്പെടുത്തുകയും മാനവകുലത്തിൻ്റെ പാപങ്ങളെല്ലാം നീക്കിക്കളയുവാൻ അത് ദേവാലയത്തിലാണെന്ന് കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് ദേവാലയത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുകയും ഇവിടെയുള്ള അശുദ്ധിയെയും കർത്താവ് നീക്കിക്കളയുന്നുണ്ട്. നാണയമാറ്റക്കാരെയും പ്രാവിനെ വിൽക്കുന്നവരെയും കാളകളെയും ആടുകളെയും വിൽക്കുന്നവരെയൊക്കെ ഈശോ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പരിശുദ്ധിയുടെ സ്ഥലമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയും ദൈവസ്ഥാനം നമുക്ക് പ്രാർത്ഥിക്കാം. പിടാസഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെ മാനവകുലത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ നീക്കിക്കളയാം സാധ്യമാണെന്ന് ഈശോ കാണിച്ചു തരികയാണ്. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിക്കൊണ്ട് സർപ്പദംശനമേറ്റവരെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ അനന്തമായൊരു കാരുണ്യം. പാമ്പ് കടിച്ചെങ്കിൽ അതിലൂടെ തന്നെ അതിൻ്റെ വിഷമിറക്കുന്ന തമ്പുരാൻ്റെ അനന്തമായ സ്നേഹം, അത് കർത്താവ് വെളിപ്പെടുത്തിയ കാൽവരി സ്നേഹത്തെ. മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോകുന്നുവെങ്കിൽ നശിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ദൈവപുത്രനെ ഉയർത്തപ്പെടുമെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. മനുഷ്യനായി അവതരിച്ച യേശുനാഥൻ കാൽവരിയുടെ നിറകിൽ മരക്കുരിശിൽ കിടക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് നമ്മളിൽ ഒരുവനായിട്ട് അവിടുന്ന് കിടന്നുകൊണ്ട് ആ പാപത്തിന് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് ആ ശരീരത്താലും രക്തത്താലും ആത്മാവിനാലും ജീവനാലും ആ ജീവിതത്താലും 33 വയസ്സുകാരൻ നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുകയും ആ സ്നേഹത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവേ, അവിടുത്തെ പീഡാസഹനം കുരിശുമരണം ഉദ്ധാനം അനുസ്മരിക്കുന്ന ഈ വലിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കപ്പെടുമ്പോൾ രണ്ടാം വരവിൻ്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമൂഹത്തിൻ്റെ മേൽ അവിടുന്ന് കൃപയും സത്യവും ജീവനുമായ മിശിഹായുടെ സാന്നിധ്യവും ശക്തിയും അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനോർത്ത് ഞങ്ങളെനിക്ക് നന്ദി പറയുകയും ഈശോയെ ഞങ്ങളെ വീണ്ടെടുക്കണമേ, ഞങ്ങളുടെ ശരീരത്തെ വീണ്ടെടുക്കണമേ, ഞങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുക്കണമേ, ഞങ്ങളുടെ ജീവനെ വീണ്ടെടുക്കണം. ഞങ്ങളുടെ ജീവിതം തകർന്നടിഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ ജീവിതം അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാണെന്ന് അറിയിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് വീണ്ടെടുക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളെനിക്ക് നന്ദി പറയുകയാണ്. ഈശോയെ, തകർക്കപ്പെട്ട ശരീരം ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങളുടെ പാപങ്ങളാണ് അവിടുത്തെ ശരീരം തകർക്കപ്പെടുവാനും ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ കുരിശിലൂടെ ആ ശാപത്തെ വീണ്ടെടുത്തുകൊണ്ട് അവിടുന്ന് കുരിശ് മഹത്വത്തിൻ്റെ അടയാളമായിട്ട് മാറ്റിക്കൊണ്ട് കർത്താവെ അവിടുന്ന് സാന്നിധ്യത്തിൻ്റെ ശക്തി അവിടുന്ന് കുരിശിൽ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. ആ കുരിശാല ഞങ്ങളെ വീണ്ടെടുത്ത നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, ആ സാന്നിധ്യം
പരിശുദ്ധ കുർബാനയായി സിഹിയോൻ ഒട്ടുശാല സ്ഥാപിതമായ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് നശിച്ചു തീർന്ന എല്ലാ ജീവിതങ്ങളെയും അവിടെ നിന്ന് വീണ്ടെടുത്ത് അവിടെ നിന്ന് ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ശരീരമാകുന്ന ആലയം പുനരുദ്ധരിച്ചുകൊണ്ട് മഹത്വപൂർണനായ ദൈവം ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹത്വത്തിൻ്റെ സാന്നിധ്യമായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ശരീരത്തെ അവിടുന്ന് മഹത്വമാക്കി മാറ്റണമേ, ഈശോയുടെ ശരീരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാൽവരിയിൽ മരക്കുരിശ് നമുക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ച യേശുവിൻ്റെ ആ സാന്നിധ്യം നമുക്ക് ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ വലിയ കാരുണ്യത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പടയാളിൽ ഉരുമെന്നവന് വാർഷത്തിൽ കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. അവിടുന്ന് രക്തവും ജലവും ഒഴുകിയിറങ്ങുന്നുണ്ട്. ആ രക്തത്താൽ അവനെ വീണ്ടെടുത്തുവെങ്കിൽ, അവൻ്റെ അന്ധമായ കണ്ണുകളെ, കാഴ്ചയില്ലാത്ത കണ്ണുകളെ വീണ്ടെടുത്തുവെങ്കിൽ, ജീവനില്ലാത്ത നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുവാൻ, ജീവനുള്ളവരാക്കി മാറ്റുവാനായിട്ടാണ് അവൻ കാൽവരിയിൽ ബലിയായി തീർന്നുകൊണ്ട് അവൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമുക്ക് ജീവിതം നൽകുകയാ, ജീവൻ നൽകുകയാ. കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ആ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ, ആ ഒരു പുതുജീവിതം നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നമുക്ക് സ്വരമുയർത്തി സ്തുതിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സകല അന്ധകാര ശക്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ, പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സകല ദുഷ്ടാരൂപികളും ദൈവവചനം വായിക്കുവാനും ദൈവവചനം സ്വീകരിക്കുവാനും തടസ്സമായിരിക്കുന്ന സകല പൈശാചിക ശക്തികളും തലമുറ കടന്നു വരുന്ന സകല ദുഷ്ടാരൂപികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ് അതിന് സാധ്യത നൽകുന്നതെന്ന് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു, വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിതത്തിൽ നിങ്ങളെ വീണ്ടെടുത്തത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊടുത്തിട്ടല്ല, കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള യേശു ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വലിയ അഭിഷേകത്തോടെ വിളിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും സ്വരമേർത്തി പാടിക്കും. തിരുച്ചോരത്തുള്ളിയാ ഈശോയെ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ ദൈവമേ. അങ്ങിഴും നള്ളി വന്ന ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശാന്തമായിട്ടിരിക്കും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപബോധം ഉണ്ടാവുകയാണ്. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശു തൻ്റെ ശരീരത്താലും രക്തത്താലും ആത്മാവിനാലും നമ്മളെ കർത്താവ് വീണ്ടെടുക്കുകയും പുതിയൊരു വ്യക്തിയാക്കി കർത്താവ് രൂപപ്പെടുത്തുകയും ഈ 50 ദിനരാത്രങ്ങളിലൂടെ നമ്മൾ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈശോ 40 ദിവസങ്ങളിൽ മരുഭൂമിയിൽ പിശാചുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ശരീരം മഹത്വത്തിൻ്റെ ശരീരമാക്കി ദൈവം മാറ്റുകയാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടാൽ ദൈവിക കൃപ ഏത് പ്രലോഭനത്തിൽ അകപ്പെട്ടോ ആ മേഖലയിൽ നമുക്ക് കൃപ നഷ്ടപ്പെടുകയും ഏതെല്ലാം മേഖലയിൽ തടസ്സം നേരിടുന്നുണ്ടോ അവിടെയെല്ലാം സാത്താൻ്റെ പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ സാത്താൻ തന്നെ നമ്മുടെ പല ജീവിതങ്ങളിലെ പല ഭാഗങ്ങളിൽ നമ്മുടെ അഭിവൃദ്ധിയുടെ മേഖലയിൽ ഒക്കെ തടസ്സം അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വിശുദ്ധിയിലേക്ക് വരുമ്പോൾ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, യേശുവായി ഐക്യപ്പെടുമ്പോൾ സകല സാത്താനിക ശക്തികളും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. കരമേർത്തി സ്തുതിക്കാമോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മാമോദീസായിൽ ലഭിച്ച ദൈവിക വരപ്രസാദം, അതാണ് ജാവർ പിതാവ് പറഞ്ഞ കാര്യം. ആ വിശുദ്ധി ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ടില്ല. യേശു എപ്രകാരം ഭൂമിയിൽ വ്യാപരിച്ചോ അപ്രകാരം മരണം വരെ എനിക്ക് ഭൂമിയിൽ വ്യാപരിക്കുവാൻ സാധിച്ചു എന്ന് മരണക്കിടക്കയിൽ പറഞ്ഞ വിശുദ്ധ ജാവർ പിതാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ പരിമളം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമ്മൾ എന്തിനാ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധരായി തീരുവാൻ വേണ്ടിയാ. പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ ജാവർ പിതാവിന്റെ കബറിടം സ്ഥിതി എന്നീ പരിശുദ്ധമായ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നതിനാ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ടാ. വിശുദ്ധിയോടെ പരിശുദ്ധമായ ആ സ്നേഹത്തോട്, ആ പരിശുദ്ധ ബലിയോട്, കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തോട്, പിതാവിന്റെ സ്നേഹത്തോട്, അതാണ് പുത്രനായ യേശുനാഥൻ തന്റെ അരുമസുതനെ വിട്ടുതരികയാ. നമ്മളിൽ ഒരുവനായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാര ബലി അർപ്പിക്കുവാൻ തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുവാൻ പിതാവായ ദൈവം തയ്യാറായതിന്റെ കാരണമെന്താ? നമ്മുടെ പൂർവ്വപിതാവ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ദൈവവചനത്തെ, ദൈവത്തിന്റെ വാക്കുകളെ സ്നേഹിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച അരുമസുതനെ മോറിയ മലയുടെ മുകളിൽ ബലിയായി സമർപ്പിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എന്തെല്ലാം ലഭിച്ചാലും അതെല്ലാം ദൈവസന്നിധിയിൽ തിരികെ കൊടുത്തുകൊണ്ട്, ദൈവത്തിന് തിരികെ കൊടുത്തുകൊണ്ട് നമ്മൾ പരിപൂർണമായിട്ടും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ മനോഭാവമാണ് ആരുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെത്. മകൻ ചോദിക്കുക, അപ്പനോട് ചോദിക്കാം, എവിടെയാ ബലിമൃഗം, എവിടെയാ? പക്ഷെ അബ്രാഹത്തിന്റെ വിശ്വാസം വലുതാ. ദൈവം തരും, ബലിമൃഗത്തെ ദൈവം തരുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസം, അത് വലിയൊരു വിശ്വാസമാണ്. അതാണ് മകൻ ചോദിക്കുന്നത്, അപ്പൊ ബലിമൃഗം എവിടെയാ? ഇവിടെ ആ ഒരു വേദന നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ അരുമസുതനെ മോറിയ മലയുടെ മുകളില് ദൈവത്തിന് ബലിയായി സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോ ആ അപ്പന്റെ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞേ. ആ അപ്പൻ തന്നെയാണ് തൻ്റെ അരുമസുതനെ മാനവകുലത്തിന്റെ അബ്രാഹത്തിന്റെ സന്തതികളുടെ പാപങ്ങൾ മുഴുവൻ പരിഹരിക്കാനായിട്ട് പിതാവായ ദൈവം തൻ്റെ അരുമസുതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം. അതുതന്നെയാണ് നമ്മുടെ പിതാവായ പൂർവ്വപിതാവായ അബ്രാഹത്തിന് ദൈവത്തോടുള്ള സ്നേഹം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം സ്നേഹിച്ചു ദൈവം മനുഷ്യനെയും മനുഷ്യൻ ദൈവത്തെയും. എത്രമാത്രം സ്നേഹിച്ചു? അഗാധമായി അവിടുന്ന് സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം. പരസ്പരം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി എന്നുള്ളത്. ആ രഹസ്യം നിങ്ങൾ തിരിച്ചറിയുക. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, തൻ്റെ സന്തതികളെ ഞാനൊരു അനുഗ്രഹമാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹമാക്കണമെങ്കിൽ അത് പാപം തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവം കോലാടിൻ്റെയോ കാളക്കിടാവിൻ്റെയോ രക്തത്തിന് മനുഷ്യന്റെ പാപങ്ങൾ മോചിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് കണ്ട ദൈവം തൻ്റെ അരുമസുതനെ നമ്മളിൽ ഒരുവനായിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആ അരുമസുതനിലൂടെ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി അവിടുന്ന് ഇന്ന് നിറവേറ്റി തന്നിരിക്കുന്നു. നിന്റെ മക്കളെ ഞാനൊരു അനുഗ്രഹമാക്കി മാറ്റും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിച്ചേ. ഈശോ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ? മാറ്റങ്ങൾ സംഭവിക്കുക. കഴിഞ്ഞ ധ്യാനത്തിൽ 3-4 കുട്ടികളാണ് വന്നേ. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക. എന്നോട് ചോദിച്ചു, പിള്ളേരെ വിട്ട കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, വിട്ടേക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കുഞ്ഞുങ്ങള് ആദ്യം വരുമ്പോൾ അവർക്ക് അസ്വസ്ഥരാ. അവര് ഇഷ്ടപ്പെട്ട് വന്നത് തന്നെയാ. ഒരുവൻ വന്നു, അവന്റെ കൂട്ടത്തിൽ ഒരു 3 പേരോടെ ഇങ്ങ് പോകുന്നു. കാരണം അവർ തമ്മിലുള്ള ഒരു ബന്ധമാണത്. ഒരു 10ാം ക്ലാസ് 9ൽ നിന്ന് 10ലേക്ക് ജയിക്കുന്ന ഒരു പയ്യന്റെ കൂട്ടുകാരാണ് ഈ 3 പേര്. ഇവനെ കൂട്ടി ഇവനോട് 4 പേരോ വന്നിരിക്കുന്നത്. അപ്പൊ ആ സ്നേഹത്തില് അവർ വന്ന അവനോടുള്ള സ്നേഹം, ആരോടുള്ള സ്നേഹം? ഈ ചെറുക്കനോട്, ഈ കൂട്ടുകാരനുള്ള സ്നേഹത്തിലാണ് പ്രിയ ദൈവജനമേ അവര് പരിശുദ്ധമായ ദൈവിക കൂടാരത്തിനുള്ളില് വചനം കേൾക്കാനായിട്ട് അവർ വരുന്നത്. അവരോടുള്ള സ്നേഹത്തില, ദൈവത്തോടുള്ള സ്നേഹത്തിലല്ല. പ്രിയപ്പെട്ട അവസാനം ധ്യാനം കഴിഞ്ഞപ്പോ അവർക്കിടെ സ്നേഹം മാറി. അവര് പറഞ്ഞു, അടുത്ത ധ്യാനത്തിലും ഞങ്ങൾ വന്നിരിക്കും. അവർ ദൈവത്തെ, ദൈവപുത്രനെ സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെ സ്നേഹിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നത്, പക്ഷേ ദൈവസ്നേഹം നമ്മളിലേക്ക് കടന്നു വരും. ആ സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധ്യമാവുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമ്മളൊരാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരു കൂട്ടുകാരനായിരിക്കാം, അവർ ചെയ്തത് വലിയൊരു കാര്യമാണ്. കൗൺസിലിംഗ് സമയങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അവർക്കത് ബോധ്യമായി. അതെങ്ങനെയാണ് തിന്മ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമായെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യമാണ് അവരെ യേശുവിലേക്ക് കൂടുതലായിട്ട് അടുപ്പിച്ചത്. കരമേർത്തി ഒന്നുകൂടെ ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 1 മുതൽ തിരുവചനം. സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. നമ്മുടെ കർത്താവ് പറയും ഉണർന്നെഴുന്നേൽക്കാൻ. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് ഉണരാൻ കർത്താവിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്യുക. ഒന്ന് ഉണരാൻ, ഒന്ന് ഉണർന്ന് നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ. നമ്മളിങ്ങനെ ഒരു ചത്ത അവസ്ഥയിലല്ല, ഉണരാൻ. ഇപ്പം ഇവിടെ ധ്യാനത്തിന്റെ ആദ്യത്തെ ദിവസം വരുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവസാനമാകുമ്പോഴോ അതങ്ങ് മാറുകയും. കാരണം ഈ 5 ദിവസക്കാലം ദൈവസനെ വ്യാപരിച്ചപ്പോ അവരുടെ ആത്മാവ് അവരിൽ ഉണർന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഓരോ ആഴ്ചകളും തീക്ഷ്ണതയോടെ നമ്മൾ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നമ്മളിലുള്ള ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നു എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേക്കും, ഉണരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കരമേർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അപ്പസ്തോലൻ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മാവിലുള്ള ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും. ഈ ആത്മാവിലുള്ള ഉണർവ് ഉണ്ടാകണ്ട. അപ്പൊ നമുക്ക് ദൈവത്തോട് സ്നേഹം തോന്നും, ദൈവപ്രമാണങ്ങളോടും ദൈവകൽപ്പനകളോടും നമുക്ക് ഇഷ്ടം തോന്നും. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകും നമ്മൾ പാപം ചെയ്യുകയാണ്, പാപം ചെയ്യുന്നതിലൂടെ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുള്ള ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു ചെറിയ പ്രായത്തിൽ ഒരു 10-50 വയസ്സിന് അല്ലെങ്കിൽ ഒരു 40-35-40 വയസ്സ് വരുന്നത് വരെ നമുക്ക് ജീവിക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് ഏതെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിനുശേഷമാണ് ഈ തോന്നലിൽ അങ്ങ് പോയി കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു 45-50 വയസ്സിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ചില രോഗങ്ങൾ നമ്മളിൽ പ്രത്യക്ഷമാകാൻ തുടങ്ങും. അതിലൂടെ നമ്മുടെ മനസ്സ് പതിയെ ഇടിയാൻ തുടങ്ങും. അതിലൂടെ നമ്മൾ ആരെ കണ്ടെത്താൻ തുടങ്ങും? യേശുവിനെ കണ്ടെത്താനായിട്ട് തുടങ്ങും. പ്രിയ ദൈവജനമേ, പിന്നെ സൗഖ്യം അന്വേഷിച്ചു പോവുക. പ്രിയ ദൈവജനമേ, ദൈവത്തെ അറിഞ്ഞാൽ, ദൈവത്തോടൊപ്പമായിരുന്നാൽ, ആത്മാവിൻ ഉണർന്നാൽ നമ്മുടെ ജീവിതം ധന്യമായ ജീവിതമായിരിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. നമ്മൾ അറിയുമ്പോൾ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യേശുവിന്റെ ഇടപെടൽ വ്യക്തമായിട്ട് കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തിട്ട് അതിലേക്കൊന്നും പോകാതെ പ്രിയ ദൈവജനമേ വേറെ വഴിയിലൂടെ പോവുക. ലോകത്തിൻ്റെതായ മോഹങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ അറിയാൻ പിടിക്കേണ്ടത് എവിടെ വെച്ചാണെന്ന് പറയാം. പിടിക്കേണ്ടടുത്ത് പിടിച്ചു കഴിയുമ്പോൾ തമ്പുരാൻ എങ്ങോട്ട് കൊണ്ടുവരാം? ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് ആ ദൈവമായിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാണ് പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കും, അങ്ങനെ ഒന്നും പോകത്തൊന്ന്. ഇങ്ങനെ ശരിയാവുമെന്ന് വിചാരിക്കും, ഒരിക്കലും ശരിയാകത്ത്. ശരിയാകണമെങ്കിൽ യേശു കൂടെ ഉണ്ടായിരിക്കണം, വള്ളത്തിലുണ്ടായിരിക്കണം. ഉറങ്ങിക്കോട്ടെ, ഈശോ ഉറങ്ങിക്കോട്ടെ. പക്ഷേ വള്ളത്തിലുണ്ടെങ്കിൽ, ആ വള്ളത്തിലുള്ളപ്പോ അവൻ ഉറങ്ങുകയാണെങ്കിൽ പോലും, കാറ്റും കോളും വന്നാൽ പോലും ഈ വള്ളത്തെ മുക്കിക്കളയുവാൻ ആർക്കും സാധ്യമല്ല. ആ വള്ളത്തിനുള്ളിൽ യേശു ഉണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വരുന്ന പ്രതിസന്ധികളെ, കാറ്റിനെ കോളിനെ ശാന്തമാക്കുവാൻ സാധ്യമാകുന്ന ഒരു ദൈവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാറ്റും കോളും വരുമ്പോ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ ആ കാറ്റിനെയും കോളിനെയും ശാസിച്ചുകൊള്ളും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ നിങ്ങൾ കല്യാണ വിരുന്നൊന്ന് ചിന്തിച്ചു നോക്കി. യേശുവിനെ പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചിരിക്കുക. ഈശോ ശിഷ്യന്മാരും വിരുന്നിലേക്ക് കടന്നു വന്നിരിക്കുക. അവിടെ ആരുണ്ട്? അവിടെ ഒരു കുറവ് സംഭവിക്കത്തില്ല, അവിടെ ഒരു പരാജയം നേരിടത്തില്ല. കാരണം അവിടെ ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്.
പിതാവായ ദൈവം പരിശുദ്ധി അമ്മയോട് പറഞ്ഞിരിക്കുന്ന കാൽവരിയിലെ കുരിശു മരത്തിന്റെ ചുവട്ടിൽ വരെ ചെല്ലണമെന്ന് പരിശുദ്ധി അമ്മയോട് പിതാവായ ദൈവം കൽപ്പിച്ചിരിക്കുക. കാരണം അവിടെ വെച്ചാണ് യോഹന്നാന് സ്വന്തം അമ്മയായിട്ട് അമ്മയെ ലഭിച്ചതെങ്കിൽ അമ്മ എവിടെ ചെല്ലാം? കാൽവരിയുടെ നെറുകയിൽ അവൻ അർപ്പിച്ച പരിശുദ്ധ ബലിയോട് യോഹന്നാൻ ചേർന്ന് നിന്നപ്പോ യോഹന്നാന് സ്വന്തമായത് പരിശുദ്ധി അമ്മയെ, യേശുവിന്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കിട്ടി. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പീഡാസഹനം നമ്മൾ അനുസ്മരിക്കുമ്പോ, കുരിശുമരണം അനുസ്മരിക്കുമ്പോ, പ്രിയ ദൈവജനമേ, നമുക്ക് ലഭിച്ചത് പരിശുദ്ധ കന്യാമറിയത്തെ സ്വന്തം അമ്മയായിട്ട് ലഭിച്ചത് ആ കാൽവരി മലയുടെ നെറുകയിൽ വെച്ച യോഹന്നാനോട് പറഞ്ഞെങ്കിൽ ആരെല്ലാം പരിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം പരിശുദ്ധി അമ്മയെ സൗജന്യമായിട്ട് സ്വന്തം അമ്മയായിട്ട് ദൈവം തരുന്ന നിമിഷമാണ് ഓരോ പരിശുദ്ധ കുർബാനയുടെയും നിമിഷം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ആ അമ്മയെ നൽകിയ യേശുവിനെ വിളിക്കാമോ? എപ്പോഴാ നൽകിയ? നമുക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ പറയും. നമ്മൾ പോലും നമ്മുടെ അമ്മേനെ വല്ലവർക്കും കൊടുക്കുമോ? ഈശോ കൊടുത്തത് എപ്പോഴാ? നമ്മുടെ പാപങ്ങൾ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോ നമുക്ക് തരുന്നത് സ്വന്തം അമ്മയായിട്ട് അമ്മയാ സമ്മാനമായിട്ട് തരികയാ. വേദനയുടെ മധ്യത്തില് നമ്മുടെ പാപം ഏറ്റെടുത്ത് ആ വേദനയുടെ മധ്യത്തില് പരിശുദ്ധ കന്യാമറിയത്തെ അമ്മയായി നൽകിയത് എപ്പോഴാ? പരിശുദ്ധ ബലിയുടെ നിമിഷങ്ങളിലാ. ഓ പ്രിയ ദൈവജനമേ, അമ്മയെ ലഭിക്കുന്നത്, പിതാവ് പുത്രനെ നമുക്ക് തരുന്നത് പരിശുദ്ധ ബലിയുടെ നിമിഷങ്ങളിലാ, ആ വേദനയുടെ നിമിഷങ്ങളിലാ, കഷ്ടപ്പാടുകളുടെ നിമിഷങ്ങളിലാ, നമ്മുടെ വേദനയുടെ നിമിഷങ്ങളിലാണ് നമുക്ക് ആരെ കിട്ടുന്നത്? പരിശുദ്ധി അമ്മയെയും യേശുവിനെയും ദൈവത്തിന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കപ്പെടുന്നത് ഓരോ വേദനയുടെ മധ്യത്തിലാണ്. നമ്മുടെ ദേവാലയത്തിലേക്ക് എപ്പോഴാ? സന്തോഷമുള്ളപ്പോഴല്ല, വേദന കടന്നു വരുമ്പോഴാ, പ്രയാസം കടന്നു വരുമ്പോഴാ, ബുദ്ധിമുട്ട് കിട്ടുന്ന ഈ നിത്യാരാധന ചാപ്പളിലെ ആളുകൾ പോയിരിക്കുന്നപ്പോഴാ, അവനവന് പ്രശ്നം വരുമ്പോ, അവന് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നത്തെ യേശുവിന് കൊടുക്കാനായിട്ട് വരുമ്പോ, അവന്റെ പാപങ്ങളെ യേശുവിന് കൊടുക്കാൻ വരുമ്പോ യേശു പാപം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നൽകുന്നത് പരിശുദ്ധ കന്യാമറിയത്തെ കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം തന്നെ, നമ്മുടെ പാപമാണ് നമ്മുടെ പ്രശ്നം. ആ പാപത്തെയാണ് യേശു ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അമ്മയെ തരുവോ? പിതാവ് ചെയ്യുന്നത് എന്താ? പുത്രനെ നൽകിക്കൊണ്ട് ആ പുത്രനിലൂടെ നഷ്ടപ്പെട്ട ദൈവാനുഗ്രഹം നമുക്ക് തിരിച്ചു തരിക. ഓരോ പരിശുദ്ധ കുർബാന അത് തന്നെയാ. അമ്മയെ കിട്ടുന്നുണ്ട് ഒരു പരിശുദ്ധ കുർബാനയിൽ. പുത്രന്റെ ശരീരവും രക്തവും ആത്മാവും നമുക്ക് തരുന്നുണ്ട്. പുത്രനിലൂടെ വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കിട്ടുക. പിന്നീട് സംഭവിക്കുന്നത് എന്താ? പിതാവായ ദൈവം ആ പുത്രനിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പ്രശ്നത്തെ അവിടുന്ന് നീക്കിക്കളയുക. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലശത്തിന്റെ മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. നിങ്ങളെ ഒന്നും ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. സ്വർഗീയ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു അധികാരമാണ് ദൈവം തന്നിരിക്കുന്നത്. അവൻ അധികാരത്തോടെ സംസാരിച്ചുവെങ്കിൽ ആ അധികാരത്തോടെ പിശാചിനെ ബഹിഷ്കരിക്കുവാൻ സ്വർഗീയത്തിൽ നിന്ന് ദൈവം നമുക്ക് പുത്രനിലൂടെ അധികാരം തന്നിരിക്കുന്നു. നമുക്കാ ലഭിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുക ക്രിസ്ത്യാനി എന്ന നിലയിൽ മാമോദീസ സ്വീകരിച്ച മാമോദീസയിലൂടെ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുക. സാത്താനെ പരാജയപ്പെടുത്തുവാൻ, അവന്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുവാൻ, രോഗപീഠകളെ ശാസിക്കുവാൻ, സൗഖ്യം പ്രദാനം ചെയ്യുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശു പറഞ്ഞത് ഉണരാൻ, ഇനിയെങ്കിലും ഉണരാൻ പറയുക. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. പരിശുദ്ധനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. നിന്നിലേക്ക് വരത്തിൽ അശുദ്ധിയൊന്നും നിങ്ങളിലേക്ക്, ഒരു അശുദ്ധനും നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ പാളയത്തിലേക്ക് പ്രവേശിക്കപ്പെടത്തില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അശുദ്ധി പ്രവർത്തിക്കുന്നവര്, അശുദ്ധാത്മാക്കൾ ബാധിച്ചവര് നിന്റെ ഭവനത്തിലേക്കോ നിന്റെ കൂടാരത്തിനുള്ളിലേക്കോ വന്ന് നിനക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും തരത്തില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പാളയം പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. വീട് കർത്താവിൻ്റെ പാളയമാണ്. ഓരോ ഭവനങ്ങളും കർത്താവ് ഈ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അശുദ്ധമായത് എന്തെങ്കിലും കണ്ടാൽ ദൈവം പാളയത്തിൽ പ്രവേശിക്കപ്പെടുന്നില്ല എന്ന് നിയമാർത്തന പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവവചനമോ?
പാളയത്തിൽ കയറണമെങ്കിൽ പാളയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ കയറത്തില്ല, മദ്യപാനി ഉണ്ടെങ്കിൽ പാളയത്തിലേക്ക് വരത്തില്ല. ഈ പാളയത്തിലോട്ട് വരണ്ടേ കർത്താവ്? അവരിൽ മിക്കവരിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് 1 കൊരിന്ത്യസിന്റെ 10-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു അവന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ശരീരവും അവന്റെ രക്തവും സ്വീകരിച്ചിട്ട് ഒരേ ആത്മീയശീലയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ട് അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് പ്രസാദിക്കാതെന്താ? അവര് ലോകത്തിൽ ജീവിക്കുക, എന്നിട്ട് സ്വീകരിക്കുക. ഈ ശരീര രക്തമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ലൗകികമായ കാര്യങ്ങളിൽ വ്യഗ്രത കാണിക്കുമ്പോൾ ദൈവം നമ്മളിൽ ഒരിക്കലും പ്രസാദിക്കുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. നമുക്ക് ശ്രദ്ധിക്കാം, വചനം ശ്രദ്ധിക്കാം. ബന്ധനസ്ഥനായ ജെറൂസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. നമ്മൾ ബന്ധനത്തിലായിരിക്കുക. ബന്ധനസ്ഥനായിരിക്കുന്ന ജെറൂസലേമേ, ആ ബന്ധനത്തിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക, ഉണരുക. നമ്മളിങ്ങനെ ഇരുന്ന ഒന്നും സംഭവിക്കത്തില്ല. വചനം പഠിപ്പിക്കുന്നതാ. ഉണരാൻ, ആത്മാവിലുള്ള ഒരു ഉണർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഉണർവിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉണരാൻ, ആത്മാവിലുള്ള ഉണർവ്. ഉള്ളവരായിട്ട് മാറണേ. എങ്ങനെയുള്ള ഉണർവുള്ളവരായിട്ട് മാറണ്ടേ? ഒരു കുളിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഉണർവല്ല. ആത്മാവിലുള്ള ഉണർവ്. അത് എവിടം വരെ ഉണ്ടാവും? മരിക്കുന്നത് വരെ ആ ഉണർവിലായിരിക്കും. നല്ല തീഷ്ണതയോടെ നമ്മൾ നിൽക്കും, വിശ്വാസത്തോടെ നിൽക്കും, കെട്ടുറപ്പുള്ളവരായിട്ട് നമ്മൾ നിൽക്കും. അപ്രകാരം ആയിരിക്കാൻ പറയുക. ബന്ധനത്തിൽ നിന്ന്, പൊടിയിൽ നിന്ന്, ചാരത്തിൽ നിന്ന് നീ ഉണർന്ന് എഴുന്നേൽക്കുക എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. നീ ആയിരിക്കുന്ന ജെറുസലേമേ, നീ ബന്ധനത്തിലാണ്. പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. നീ ബന്ധനത്തിലായിരിക്കുക, നിന്നെ കെട്ടിയിട്ടിരിക്കുക, ഇത് പൊട്ടിത്തെറിക്കണം. അപ്പൊ എവിടെ നമ്മൾ കാണിക്കുക? പൗലോസും ശീലാസും കാലാഗ്രഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവര് ദൈവത്തെ കീർത്തനം പാടി ആരാധിച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിച്ചു. ഇപ്പൊ ഈ ബന്ധനം അഴിയണമെങ്കിൽ നമ്മൾ വചനം കേട്ട്, ദൈവസ്വരം കേട്ടിട്ട് ആ സ്വരമാകുന്ന ദൈവത്തെ, അബ്രാഹം കേട്ട ആ ദൈവിക സ്വരം, യേശുവിലൂടെ പ്രഘോഷിക്കപ്പെട്ട ആ ദൈവിക സ്വരം, ആ സ്വരമാണ് അപ്പസ്തോലന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ടത്. അതാണ് ഇന്ന് തിരുസഭയിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഈ വചനം കേട്ട് ഈ വചനമാകുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ചങ്ങലകള്, നിന്റെ ബന്ധനങ്ങള്, നിന്റെ കഴുത്തിലെ ചങ്ങലകള് അഴിയപ്പെടുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. എനിക്ക് ഇതിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാവണം. നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കുക. ഒരു പയ്യൻ പറഞ്ഞ ജപ്തിയാകും വീടേ, അപ്പൊ അതേ നോക്കിയിരിക്കുക. ജപ്തിയാവും, എപ്പോഴാണ് വരുന്ന അറിയത്തില്ല, എനിക്ക് പേടി വരുവാ. പ്രിയപ്പെട്ട പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ട് നടന്നപ്പോ ആ വെള്ളത്തിന്റെ മീതെ നടക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു ലെവലിൽ നമുക്ക് നടക്കണമെങ്കിൽ, ഈ വെള്ളത്തിന്റെ മീതെ നടക്കണമെങ്കിൽ, ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ, ആടുജീവിതത്തിൽ സംഭവിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ അവനെ നോക്കിയാൽ ഇത് സംഭവിക്കുമെന്ന് യേശു വ്യക്തമായിട്ട് കടലിലെ അത്ഭുതത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി. കടലിന്റെ മിത നടന്നുകൊണ്ട് അവിടുന്ന് തന്നെ സാന്നിധ്യം വെളിപ്പെടുത്തുകയാണ്. ഭൂതാന്ന് അവർ വിചാരിച്ചു. ഭയം പോയി. ഭയമാണ് ഇന്നും നമ്മുടെ ജീവിതത്തിലെ അടിമത്വം. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഭയത്തിലൂടെ കടന്നു പോകുന്ന, അമ്മ ഭയത്തിലൂടെ കടന്നു പോവാ. അമ്മ ഒത്തിരി പേടിച്ചിട്ടുണ്ട്. അമ്മ അപ്പനെ പേടിച്ച് ജീവിച്ചിരുന്നേ. അമ്മായിമ്മയെ അമ്മയ്ക്ക് പേടിയായിരുന്നു. ഉദരത്തിലായിരുന്ന നിമിഷം മുതൽ ഈ കുഞ്ഞ് ഭയത്തിന്റെ അടിമത്തിലേക്കാ. പുറത്തു വന്ന് അതിനുശേഷം ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ ഭയത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ആ കുഞ്ഞ് ഭയത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുമ്പോൾ ആ അടിമത്തത്തിന്റെ ആ ചങ്ങല അഴിയാതെ, ഭയം ആ വ്യക്തിയെ വിട്ടുപോകാതെ ദൈവ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടത്തില്ല. അത് വിട്ടുപോകണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ, പാട്ടുപാടുന്നത് ഗാന ശുശ്രൂഷകന് വേണ്ടിയിട്ട് മാത്രമല്ല. അങ്ങേർക്ക് പാടാൻ അറിയാം, അതുകൊണ്ട് പാടുമല്ല. അറിയാൻ മേലാത്തവരും അറിയാവുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രശ്നം തീരുവാ. ഒരു ചേട്ടന്, ദിലീപ് എന്ന് പറഞ്ഞ ചേട്ടൻ, ചങ്ങനാശ്ശേരിക്കാരൻ ചേട്ടനാ, ചേട്ടനോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ജോലി ചെയ്യുന്ന കട എന്നെ വിട്ടു പോവുക,
കാരണം കടയുടെ ഉടമ പൊട്ടിത്തകർന്നു പോയി. അതുകൊണ്ട് എനിക്ക് 500 രൂപ എനിക്ക് ശമ്പളം കിട്ടുന്ന, ആ ശമ്പളം തീരുക, ഇനി ഞാൻ എന്തു ചെയ്യും? ഒരു ഭയമാ. ഈ 500 രൂപ കൊണ്ട് എൻ്റെ വീട് നടക്കുന്നത്, അത് കഷ്ടിയാ നടക്കുന്നത്. ഈ 500 രൂപ തീർന്നാൽ ഞാൻ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ദൈവമായ കർത്താവിനെ ഈ പ്രതിസന്ധി ഒന്നും വകവെക്കാതെ ആരാധിച്ചപ്പോൾ എന്താ സംഭവിച്ചറിയാമോ? ആ കട അത് ഇദ്ദേഹത്തിന് സ്വന്തം ഒരു കടയിലെ ജോലിക്കാരന് ദൈവം ആ സ്ഥാപനം സ്വന്തമായിട്ട് കിട്ടിയപ്പോ ഇവൻ ഓണറായിട്ട് ഇന്ന് കടയിലിരിക്കുമ്പോ ആ വരുമാനം അവന്റെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് ആരാധിക്കും. കരമൊക്കെ അടിച്ച് ഡാൻസ് ചെയ്ത് ആരാധിക്കും. ഞായറാഴ്ച നന്നായിട്ട് ആരാധിക്കും. ആരുടെ ഒന്നും കേൾക്കാൻ പോകത്തില്ല. അവൻ അനുഭവിക്കുന്ന അവൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ അവൻ ദൈവിക സ്വാതന്ത്ര്യത്തിൽ അവൻ ജീവിക്കുക. മറ്റുള്ളവരുടെ ഉപദേശം ഒന്നും കേൾക്കാൻ പോകത്തില്ല. ദൈവസ്വരം കേൾക്കാൻ വരും. എല്ലാ ഞായറാഴ്ചയും വരും. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അവനെ ദൈവം ഉയർത്താൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, ബ്രദറെ, ഞാനൊരു 45 ലക്ഷം രൂപയുടെ ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കട്ടെ, ധൈര്യം ഉണ്ടാവുക? ധൈര്യം ഉണ്ടാവുക? ആരാ ധൈര്യം കൊടുക്കുന്നേ? നീ അത് മേടിച്ചാൽ അതിന് അഡ്വാൻസ് കൊടുക്കും. ഞാൻ ചോദിച്ചു, ചേട്ടാ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. കൊടുത്താൽ, അത് വാങ്ങിക്കാൻ തയ്യാറായാൽ ദൈവം എനിക്ക് സാധ്യമാക്കി തരുമെന്നുള്ള വിശ്വാസമാണ് കൃപയായിട്ട് ജീവിതത്തിൽ വെളിപ്പെടുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് എടുത്തു മാറ്റുന്നത് ഭയമാ. ശരിയാകുവോ? നടക്കുവോ? ധ്യാനം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ചിലർ ചോദിക്കും, 5 ദിവസം ധ്യാനം കഴിഞ്ഞ് പല കാര്യങ്ങളും പല അടയാളങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അത് ശരിയായോ? ശരിയാകുവോ? ഇതാണ് സംശയം. ദൈവം അനുഗ്രഹിക്കുമോ എന്ന് നമ്മുടെ ഉള്ളിൽ സംശയം നിൽക്കുവോ? വിശ്വാസത്തിന്റെ പൂർണ്ണത നടക്കും. നീ കടുകുമണിയോളം നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് പോയി കടൽ വീഴാൻ പറഞ്ഞാൽ വിശ്വാസത്തിന് പൂർണ്ണതയുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കുമെന്ന് യേശു പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഉണർന്നത് ഈ ബന്ധനമോ? അവിശ്വാസത്തിന്റെ ബന്ധനത്തിൽ നമ്മൾ കിടക്കുന്നു. വിശ്വാസരാഹിത്യത്തിൽ കിടക്കുന്നു. ഭയത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നു. ആകുലതയുടെ അടിമത്തത്തിൽ കിടക്കുന്നു. നിരാശയുടെ അടിമത്തത്തിൽ കിടക്കുക. ഉണരാൻ കർത്താവ് പറയുക. ഉണർന്ന് പ്രശോഭിക്കുവാൻ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടും. ഉണരാൻ, ആത്മാവിലുള്ള ഉണർവിനെ കുറിച്ച് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ബന്ധനസ്ഥനായ ജെറൂസലേമേ, ഈ അവസ്ഥയിൽ നിന്ന് നീ തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്തു. കർത്താവ് പറയും, വില വാങ്ങാതെ നിങ്ങൾ മോചിതരാവുക. സൗജന്യ കർത്താവിന്റെ മോചനം, സൗജന്യമായിട്ട് കർത്താവ് മോചിപ്പിക്കുക. ആ മോചനത്തോട് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച 10 തുടങ്ങുന്ന ശുശ്രൂഷ 3 മണി വരെയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഭക്ഷണം തരും. ഈ ശുശ്രൂഷ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ദൈവമായ കർത്താവിനെ ആ പീഡാസഹനങ്ങളിലൂടെ, കുരിശു മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ വീണ്ടെടുത്ത ആ വലിയ സന്തോഷത്തിന്റെ വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ച. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് സന്തോഷത്തിന്റെ വെള്ളിയാഴ്ചയാ, സമാധാനത്തിന്റെ വെള്ളിയാഴ്ചയാ, അനുഗ്രഹത്തിന്റെ വെള്ളിയാഴ്ചയാ. സാത്താൻ ദുഃഖിച്ച വെള്ളിയാഴ്ചയാണ്, സാത്താൻ പരാജയപ്പെട്ട വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ചില അടിമത്തങ്ങളിലേക്ക് താൽക്കാലികമായിട്ട് പോയി. നിത്യമായ അടിമത്വം അല്ല ആരുടെയും. ചില പൈശാചിക ബന്ധനങ്ങളിലോ, ചില സ്നേഹബന്ധങ്ങളിലോ, ചില പൈശാചിക കൂട്ടുകെട്ടിലോ ഒക്കെ അകപ്പെട്ട് കിടക്കുന്നത് അത് താൽക്കാലിക ബന്ധനമാണെന്ന് യെശയ്യായിൽ കർത്താവ് പറയും. താൽക്കാലികോ? ഇസ്രായേൽ ജനം നിത്യമായ അടിമത്തത്തിലേക്ക് അല്ല പോയത്, അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയി. അവിടുന്ന് സ്വതന്ത്രമാകുവാൻ വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മലയിൽ ഇറങ്ങി വന്ന് ദൈവം മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചുവെങ്കിലോ ഇസ്രായേൽ പാപം ചെയ്ത് ബന്ധനത്തിലായി ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ ഒരു മലമുകളിലോ, കാൽവരി എന്ന മലമുകളിലോ
പാപപരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് അടിമത്തത്തിന്റെ സകല ചങ്ങലുകളും തകർത്ത വെള്ളിയാഴ്ചയാണ് പ്രിയ ദൈവജനമേ, ദുഃഖ വെള്ളിയാഴ്ച, സാത്താൻ പരാജയപ്പെട്ട വെള്ളിയാഴ്ച. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? താൽക്കാലിക വാസത്തിന് ജനം ഈജിപ്തിലേക്ക് പോയി. അസ്രിയാക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു. എവിടെ വെച്ച് പീഡിപ്പിച്ചേ? അടിമത്തത്തിൽ കിടക്കുമ്പോഴാണ് പീഡനം വരുന്നത്. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായാലോ പീഡനം ഇല്ല എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടത്തോട് ഐക്യപ്പെടുമ്പോൾ ഇതെല്ലാം കർത്താവ് എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ ശിക്ഷാവിധി മുഴുവനും ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കുവാനായിട്ട് യേശുവിന് സാധ്യമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8:1 പറയുന്നത്, അവിടുത്തോട് ചേർന്നു, നിന്റെ ജീവിതത്തിൽ നിന്ന് ശിക്ഷാവിധിയെ അവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനിയുള്ളത് രക്ഷയാണ്. ഉണർന്നെഴുന്നേൽക്കാൻ, ഉണർന്ന് പ്രശോഭിക്കുവാൻ കർത്താവിത നിങ്ങളിലേക്ക് വന്ന് കഴിഞ്ഞു. ഇനി നിങ്ങൾ ബന്ധനത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ ഉള്ളിലുണ്ട് യേശുണ്ട്. ഈ വള്ളത്തിനുള്ളില് യേശുണ്ട്. യേശുവിനെ ഒച്ച ഉറങ്ങുക. നമ്മൾ ഒച്ച വെച്ച് സ്വരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഉറങ്ങുമോ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കിടന്നുറങ്ങുമോ? എഴുന്നേറ്റിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളില് ഒരു ആത്മീയ ഉണർവുണ്ടെങ്കിൽ ദൈവം നമ്മളോടൊപ്പം ഉണർന്ന് നമ്മുടെ ഒപ്പം പ്രശോഭിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റുമെന്ന് ഏശയ്യായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ചങ്ങല അഴിഞ്ഞു പോകും, കെട്ടുകൾ അഴിയും, പൈശാചിക പീഡകൾ വിട്ടുപോകും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ഉണരുമ്പോഴാണ് ഒരു പ്രാർത്ഥനയ്ക്ക് മുകളിൽ ഒരു പ്രാർത്ഥനയോടെ ചെയ്യുക. ഈ അഭിഷേക പ്രാർത്ഥന നടത്തുന്ന അവസാനം ശിരസിൽ കൈവച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ സമയത്ത് ചില കെട്ടുകളൊക്കെ ശരീരത്തിൽ അഴിഞ്ഞു പോകും. ഇപ്പൊ അവര് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ മുകളിൽ ഒരു പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ഉള്ളിലുള്ള ചിലത് കെട്ടഴിഞ്ഞ് വിട്ടഴിഞ്ഞു പോകും. അവർ ദൈവ സാന്നിധ്യമായിട്ട് മഹത്വമായിട്ട് മാറുകയും. ഈ സത്യം നമ്മൾ ചിരിച്ചിട്ടുണ്ട്. എന്നാ സംഭവിക്കുന്നത്? ശരീരത്തിലുള്ള ചില അരൂപികള്, ചില രോഗങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക. ഒരു ചേച്ചി ധ്യാനിക്കാനായിട്ട് മാസങ്ങൾക്ക് മുമ്പ് വന്നോ. ആ ചേച്ചിയുടെ കൈയുടെ പുറത്തൊരു മുഴ, ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു മുഴയാ. ഈ മുഴ ഇങ്ങനെ കാണും ആളുകൾ, നാരങ്ങ ഇരിക്കുന്ന പോലെ കാണും. അപ്പൊ ചേച്ചി ഇതെല്ലാം മറച്ചു പിടിച്ച് പള്ളി ചെന്ന ബ്രദറെ കൈകൂപ്പി പിടിക്കാൻ നാണക്കേട. കാരണം ഈ മുഴ എല്ലാവരും കാണുന്നു. ഒരു നാരങ്ങയുടെ മുഴുപ്പിൽ കൈയുടെ പുറത്ത് മുഴയുള്ളുണ്ട്. ചേച്ചിക്ക് നാണക്കേടാ. ഇത് മറച്ചു പിടിച്ച് ചേച്ചി കുറെ കാലമായിട്ട് ആ വേദനയെ ജീവിക്കുക. ആ സമയത്താണ് ഈ മലമുകളിൽ ധ്യാനം കൂടാനായിട്ട് വരുന്നത്. ധ്യാനിച്ച് ഈ ചേച്ചി പോയി. പക്ഷെ ഈ മുഴ പോയത് ചേച്ചി അറിഞ്ഞില്ല. വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈയുടെ പുറത്തുണ്ടായിരുന്ന മുഴയില്ലേ, ആ മുഴ ഇപ്പൊ കാണാനില്ല. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ വേദനയെ ആരെ ഏറ്റെടുത്ത്? യേശു ഏറ്റെടുത്തുകൊണ്ട് ആ വേദനയിൽ നിന്ന് അവളെ മോചിപ്പിച്ചു എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വേദന യേശു എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു ക്യാൻസർ വരുന്ന ആൾക്ക് വേദനയാ. എന്നിട്ട് ഈശോട് പറ, ഈശോയെ ഈ വേദന ഒന്നും. കുഷ്ഠരോഗി ചോദിച്ചു എന്നാ? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങ് മനസ്സ് വെച്ചാൽ എനിക്ക് സൗഖ്യം ഉറപ്പാ. അവന്റെ വിശ്വാസം അതാ. ഈശോ പറഞ്ഞു, മോനെ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി കൈവന്നിരിക്കുന്നു. പ്രശ്നം തീർന്നോടെ. നമുക്ക് വിശ്വാസം ഇല്ല. കർത്താവ്, നീ മനസ്സ് വെച്ചാൽ എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ഈ തടസ്സം മാറും. പക്ഷെ അങ്ങേക്ക് അങ്ങ് മനസ്സ് വെക്കണം. ഇവിടെ അവൻ അറിയാം, ഇങ്ങനെ ചോദിച്ചാൽ അവിടുന്ന് ഉത്തരം വരുമെന്ന തിരിച്ചറിവുള്ള ഒരു കുഷ്ഠരോഗി ഈശോയോട് ചോദിക്കുക, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ അശുദ്ധി. അവന് മനസ്സിലായി, യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി, കാൽവരിയുടെ നെറുകയില് ഇത് പാപത്തിന്റെ ശമ്പളമാണ് ഈ രോഗമെന്ന് തിരിച്ചറിഞ്ഞ് അവൻ എന്തിനുവേണ്ടി ആഗ്രഹിച്ച്? ദൈവത്തിന്റെ പരിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് യേശുവിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ അവൻ അതിനകത്തൊരു ഉൾക്കാഴ്ച അവന് കിട്ടി. മനസ്സ് വെച്ചാൽ, ദൈവം മനസ്സ് വെച്ചാൽ ഞാൻ ശുദ്ധനാക്കപ്പെടും എന്നുള്ള ആ തീഷ്ണമായ ബോധ്യം അവൻ്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് കൊടുത്തു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടെന്ന് പഠിപ്പിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ.
നമ്മൾ ചോദിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കണ്ട, നമുക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെ ആ വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കണ്ട നമുക്കറിയത്തില്ല. ചിലർ കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, ചിലർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ചിലർ ഹൃദയം വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെങ്ങനെ അറിയുന്നത്? എന്താണ് വിട്ടുകൊടുക്കേണ്ടത്? ആർക്കാ സ്വർഗരാജ്യം കിട്ടുന്നത്? എല്ലാം വിറ്റിട്ട് വരാൻ പറഞ്ഞു, എല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ധനാസക്തിയാ. അപ്പൊ അതിന് പരിഹാരം എന്താ? നീ എല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് സമ്പത്തെടുത്തു മാറ്റിയാൽ നീ രക്ഷപ്പെട്ടു. അടുത്ത് തന്നെ പറയുന്നേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് എനിക്ക് ബലിയായി തരാൻ പറയും. ബന്ധനം അടിയണോ? ഒരു സ്ത്രീയായിട്ടുള്ള ബന്ധനത്തിലായത് ഫിലിസ്ത്യര് ബന്ധിക്കുക. അവിടെ ഒരു ബന്ധനം ഉണ്ടായി. ഇതടിയണ ആരോട് പ്രാർത്ഥിക്കും? ദൈവത്തോട് പ്രാർത്ഥിച്ചു. സാംസൺ പ്രാർത്ഥിക്കുക, ദൈവമേ ഇവിടെ ഒരു ബന്ധനം കയറി പിടിച്ചിട്ടുണ്ട്, ഈ ബന്ധനത്തിൽ എനിക്ക് സ്വതന്ത്രനായി ഞാൻ ആഗ്രഹിക്കുക, നിന്റെ ശക്തി എന്നിലേക്ക് തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവശക്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോ ആ ചണനൂല് കത്തിച്ചാമ്പലായി സാംസൺ പുറത്തു വന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടുന്ന് ലാസറോ മരണത്തിലേക്ക് പോയി, രക്തസ്രാവക്കാരി രോഗത്തിലേക്ക് പോയി, മഹോദര രോഗി രോഗത്തിലേക്ക് പോയി, ബാലിക മരണത്തിലേക്ക് പോയി. ഈശോ അവിടെ സാധ്യതയുണ്ട് കരഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് ലാസറിനോടും കുടുംബത്തോടും സ്നേഹമുണ്ടായിരുന്നു. കാരണം അവരിൽ വിശ്വാസം വർദ്ധിക്കപ്പെടുമെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് മർത്തയോടും മറിയത്തോടും പറഞ്ഞപ്പോ വിശ്വാസത്തിന്റെ മേഖലയിൽ അവർക്ക് ഒരു കാലത്ത് വിടുതൽ കിട്ടുമെന്ന് യേശുവിനറിയാം. ഇവിടെ വചനം പറയുന്നതാ, സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, താൽക്കാലിക വാസത്തിന് എന്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസറിയക്കാർ അകാരണമായി പീഡിപ്പിച്ചു. കർത്താവ് ചോദിക്കുന്നു, എന്റെ ജനത്തെ അകാരണമായി പീഡിപ്പിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് അരുളിച്ചെയ്തു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു, എന്റെ നാമം നിത്യവും ഇടപെടാതെ നിന്ദിക്കപ്പെടുന്നു. എന്റെ ജനം എന്റെ നാമം അറിയുകയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. ദൈവം പറയുക, ഞാൻ ഇവിടെയുണ്ട്. ഇവിടെയുണ്ട്, ദൈവം ഇവിടെയുണ്ട്. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കും. നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച 10 മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷ വൈകുന്നേരം വരെ ഉണ്ട്. അതിനുശേഷം തിരുക്കുരിശ് വണങ്ങുവാനായിട്ട് ഈശോയുടെ കുരിശ് യഥാർത്ഥത്തിൽ യേശുവിനെ തറച്ച കുരിശിന്റെ ഒരു ഭാഗം തിരുശേഷിപ്പായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്ന സംഭവം. പിതാവിൻ്റെ കാലത്തായിരിക്കും, എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് എന്നെ ചെറുപ്പം മുതൽ ഞാനിത് കാണുന്ന ഒരു കാര്യമോ, അറിവുള്ള ഓർമ്മ വെച്ച കാലം തൊട്ട്. ഇത് തലമുറകൾക്ക് മുമ്പുള്ള സംഭവം. അപ്പം നമുക്ക് കുരിശ്, ആ യഥാർത്ഥത്തിലുള്ള കുരിശ് വണങ്ങി പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ച് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാൻ സാധിക്കും. നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്, അതെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ മുതൽ കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇതൊരു അനുഗ്രഹത്തിൻ്റെ വെള്ളിയാഴ്ചയാണ്, സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വെള്ളിയാഴ്ചയാണ്. ഈ 40 ദിവസം കൊണ്ട് പൈശാചിക പീഡകളിൽ നമ്മളെ സ്വതന്ത്രരായി. ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. നിങ്ങൾ കഴിയുന്നത്ര വചനം വായിച്ച് പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ വലിയ തിരക്കിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പോകേണ്ട പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ദിവസം, ഈശോയെ ഓശാന പാടി ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന ദിവസം. ഇനി പോവാം, കാല് കഴുകൽ ശുശ്രൂഷ, ശിഷ്യന്മാരുടെ കാല് പെസഹ ആചരിക്കുന്നു. നിരവധിയായ കാര്യങ്ങളിലൂടെ അവിടെ കടന്നു പോകുകയും ഈശോ കുരിശ് തറച്ച് സംസ്കരിച്ച് 3-ാം ദിവസം മാമോദീസ നവീകരണം, അതിനുശേഷം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. അപ്പം ചേർന്ന് നിൽക്കുന്ന സഭയോട്, വിശ്വാസത്തോട്, വിശ്വാസ പാരമ്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ മലമുകളിൽ ഈ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ദൈവമായ കർത്താവിനെ ആരാധിക്കാം. ഈസ്റ്റർ ദിവസങ്ങളിൽ വൈകിട്ടുള്ള ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. ഈസ്റ്റർ ദിവസത്തിൽ നമുക്ക് ആരാധനയില്ല. നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഭവനങ്ങളിൽ ആയിരിക്കും, ബലിയർപ്പിച്ച് ഭവനങ്ങളിലായിരിക്കും. ഞായറാഴ്ച ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷെ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ അതിനോട് കൂട്ടി മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വ്യാപരിക്കും. നമുക്ക് എഴുന്നേറ്റേക്കാം ദൈവസന്നിധിയിൽ.
പരിപൂർണമായിട്ട് സമർപ്പിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക, വരാത്തവരോട് പറയുക, അറിയാനുള്ളവരോട് പറയുക, കൂട്ടിക്കൊണ്ടുവരിക, കുടുംബസമേതം വരാൻ വേണ്ടി പരിശ്രമിക്കുക. എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായിട്ടാണ് ഈ ദേവാലയം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ ആ നേർച്ച ഭക്ഷണത്തിനായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ സഹായിക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളങ്ങനെ സഹകരിക്കണം. അപ്പോൾ ആ സഹകരിക്കുമ്പോൾ അതിലുള്ള ലഭിക്കുന്ന ഉപവാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ സമ്പത്ത് സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹങ്ങൾ തരും. ഉപവാസം എടുക്കുന്ന ജനത്തിന് വേണ്ടി കർത്താവ് ആ സമ്പത്ത് നമുക്ക് കരുതി തന്നിരിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ഭക്ഷ്യവും പാനീയവും ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ പുരോഗതൻ വിശുദ്ധ ജലത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുക. കരങ്ങൾ ഉയർത്തി എല്ലാ മലിനതകളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധനസ്ഥനായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് സ്വരമുയർത്തി 10-50 പേര് കേൾക്കുന്ന ശബ്ദത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ സംഭവിക്കുന്ന ശുശ്രൂഷകർ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ, സാത്താനിക ശക്തികൾ വിട്ടുപോകട്ടെ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ, യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ, യേശുവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ, സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത നമ്മളിലേക്ക് എല്ലാം വ്യാപരിക്കപ്പെടട്ടെ. ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. വിശ്വാസത്തോടെ വിശുദ്ധ മന്ദിരത്തിൽ ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും അഴിയണമെന്നുള്ള വിശ്വാസത്തോടെ എവിടെയെല്ലാം ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ ആ ബന്ധനങ്ങളെല്ലാം അഴിയണമെന്നുള്ള വിശ്വാസത്തോടെ നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ അഴിയട്ടെ, പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ അഴിയട്ടെ, കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ അഴിയട്ടെ, ഉദ്ധാനത്തിൻ്റെ ദൈവിക ശക്തിയാൽ അഴിയപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരം ഉയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി തിരുക്കരത്താൽ താങ്ങി തിരുരക്തത്താൽ എന്നെ കഴുകണമെന്ന് പാടി നമുക്ക് ആരാധിക്കും. കരമടിക്കും. എല്ലാവരും ചേർന്ന് ഉച്ചസ്വരത്തിൽ പാടണം. നല്ല അഭിഷേകമായിരിക്കും, നല്ല കൃപ ഒഴുകപ്പെടണം, നന്നായിട്ട് അഭിഷേകം വ്യാപരിക്കും. സ്വരമുയർത്തി പാടണം, നന്നായിട്ട് കരമടിച്ചു. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. സ്വരമുയർത്തി. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഉച്ചസ്വരത്തിലോ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, സകല കെട്ടുകഴിഞ്ഞു പോട്ടെ. ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ, ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ അവയുടെ മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുത ശക്തി, ഉത്ഥാനത്തിന്റെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തിയാല് സകല പാപ ശാപ പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥിതനെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. ചേർന്ന് പാടാം. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. കരമടിച്ച് പോരാ പോരാ, നന്നായിട്ട് കരമടിച്ച് പാടാം. ശക്തിയോടെ, സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കും. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ.
സുഖപ്പെടട്ടെ, സ്വരമുയർത്തി. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ, കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, അഭിഷേകത്തോടെ ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഴ്ച സമർപ്പണ സമയമാണ്. കാഴ്ചയായി കൊണ്ടുവന്ന സമ്പത്ത് നമുക്ക് കരങ്ങളിൽ എടുക്കാം. ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയുടെ കരങ്ങളാണ് വരുന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് സമർപ്പിക്കുക. ദൈവിക കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സമർപ്പണം. അപ്പോൾ ഈശോയുടെ ആണിപ്പെടുത്തുള്ള കരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക, നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരിക, നമ്മുടെ അധ്വാനത്തിൻ്റെ മേഖലയിലേക്ക് ഈശോയുടെ കരം വരിക. ആ കരത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ കരത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് കൊടുത്തേ, ഈശോയ്ക്ക് കൊടുത്തേ. ഈശോ ഇതെല്ലാം ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സമ്പത്ത് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ദേവാലയത്തിലേക്ക്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് സമർപ്പിക്കുന്ന ഈ സമ്പത്ത് മുഴുവൻ കർത്തൃവേലയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. വേറെ ആരും, ഞാൻ ഉൾപ്പെടെ ആരും കൊണ്ടുപോകുന്നില്ല. ഇതിവിടെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി വിശ്വാസത്തോടെ കർത്താവ് ഈ സമർപ്പണത്തിലൂടെ എൻ്റെ കുടുംബത്തെയും എൻ്റെ സാമ്പത്തിക മേഖലയും എൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ കൃപയിൽ വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. തരുന്നവനല്ല എൻ ദൈവം, അളക്കാതെ വാരിച്ചൊരിഞ്ഞിടുമേ അനുഗ്രഹങ്ങൾ, ഒരു നാളും മാറിപ്പോവുകയില്ല സ്നേഹം, നല്ല പാറയേക്കാൾ ശാശ്വതമാണതു സത്യം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. കഷ്ടങ്ങളും ദുഃഖങ്ങളും ഏറി വന്നാലും, രോഗങ്ങളും ഭാരങ്ങളും കൂടി വന്നാലും, കഷ്ടങ്ങളും ദുഃഖങ്ങളും ഏറി വന്നാലും, രോഗങ്ങളും ഭാരങ്ങളും കൂടി വന്നാലും, എല്ലാം ദൈവഹിതമെന്നു കരുതിയെന്നാൽ അതു എല്ലാം നാഥൻ നന്മയ്ക്കായി തീർത്തുകില്ലേ. എല്ലാം ദൈവഹിതമെന്നു കരുതിയെന്നാൽ അതു എല്ലാം നാഥൻ നന്മയ്ക്കായി തീർത്തുകില്ലേ. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം.
തിരുവോസ്വരൂപനായ യേശുനാഥൻ, അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ ദൈവം ഇതാ ജനമധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ്സ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ യേശുവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? ആരാധിക്കാമോ? ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ചേർന്ന് പാടിക്കേ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്വരമേർത്തി ഒരിക്കൽ കൂടി. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, എളിമയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, വിനയത്തോടെ, ഹല്ലേലൂയ, ഒത്തിരി സ്നേഹത്തോടെ അഭിഷേകം വ്യാപരിക്കുന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതായിട്ട് ആത്മ വെളിപ്പെടുത്തുന്നുണ്ടോ? അനേകം രോഗികളിൽ കർത്താവ് പ്രതീക്ഷ വെച്ചിരിക്കുക. അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് കുഷ്ഠരോഗി പറഞ്ഞപ്പോ ആ കുഷ്ഠരോഗിയോട് കാരുണ്യം കാണിച്ച അതേ ദൈവം പരിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ആ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്. അനേകം രോഗികള് ഇപ്പോൾ ഈ ആലയത്തില് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. വ്യക്തി ജീവിതങ്ങളിലെ തടസ്സങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഭവനരഹിതരെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് ഓരോ തരത്തിലും വേദനിക്കുന്നവരെ ഈശോ തിരിച്ചറിയുന്നു. ഓരോരുത്തരെയും അവരുടെ വേദനകളിൽ നിന്ന് ഈശോ മോചിപ്പിക്കുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ആരാധിക്കുന്നു സ്തുതിക്കുന്നു. സ്വരമുയർത്തി. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കുമ്പിടുന്നു. സ്വരമുയർത്തി. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന പരിശുദ്ധ ത്രിത്വമേ. ആരാധന, ആരാധന, ആരാധന പരിശുദ്ധ ത്രിത്വമേ. ആരാധന, ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാം. ആരാധന, ആരാധന ത്രിത്വൈക ദൈവമേ. ആരാധന, ഒരിക്കൽ കൂടി ആരാധന, ആരാധന ത്രിത്വൈക ദൈവമേ. ആരാധന, ത്രിത്വൈക ദൈവത്തിന് ആരാധന. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ തിരുവചനം. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി, അവൻ മറിയത്തിൻ്റെയും അവരുടെ സഹോദരിയായ മർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ, ഇതാ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നുവെന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കളയ്ക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കുന്നതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഈ രോഗം ദൈവ മഹത്വത്തിനായിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈ രോഗങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി, ഈ തടസ്സങ്ങളൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉള്ളതാണെന്ന് യേശു ഉറക്കെ പ്രഖ്യാപിക്കുക. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഈ മഹത്വം വെളിപ്പെട്ടത് സിഹിയോൻ ഊട്ടുശാലയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ. ഈ രോഗമല്ല, ഈ തകർച്ച ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഇത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദൈവിക ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗം അനുവദിച്ചിരിക്കുന്ന ചില തടസ്സങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണെന്ന് യേശു വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നവും അത് മരണത്തിലേക്ക് നയിക്കുന്നതല്ല, അത് ഒരിക്കലും അവസാനിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയും വേണ്ട. കർത്താവ് പറയുകയാണ്, തൻ്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെടുത്താൻ പോവുക. ഈ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായിട്ട് തന്നിരിക്കുന്ന ചില തടസ്സങ്ങളും ചില രോഗങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച് ആ മഹത്വം ഇപ്പോൾ എന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് നന്നായിട്ട് സ്വതന്ത്രമായിട്ട് ഒന്ന് സ്തുതിച്ച് സർവശക്തിയോടെ നമുക്കൊന്ന് ആരാധിക്കാം. ഇപ്പോൾ ഞാൻ നേരിടുന്ന ഈ പ്രശ്നം ഇപ്പോൾ ദൈവമഹത്വത്തിനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശക്തമായിട്ട് സ്തുതിക്കുന്നു. കെട്ടുകളഴിയുന്നു, അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നു. ദൈവമഹത്വം ശരീരത്തിലോ, കുടുംബത്തിലോ, ബിസിനസ് മേഖലയിലോ, ജോലി സ്ഥലങ്ങളിലോ, കൂട്ടുകാരുടെ ഇടയിലോ, ആഗ്രഹിക്കുന്നവരുടെ ഇടയിലോ, പ്രശ്നത്തിന്റെ മേലോ, പ്രതിസന്ധിയുടെ മേലോ, തകർച്ചയുടെ മേലോ, ഇല്ലായ്മയുടെ മേലോ, ദാരിദ്ര്യത്തിന്റെ മേലോ, പട്ടിണിയുടെ മേലോ, കടബാധ്യതയുടെ മേലോ, തകർച്ചയുടെ മേലോ, പരാജയത്തിന്റെ മേലോ, ഇത് ദൈവത്തിന്റെ അത്ഭുത ശക്തി, മഹത്വത്തിന്റെ സാന്നിധ്യം ഇത് വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചോയെന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു, സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നു, മഹത്വപൂർണനായ ദൈവത്തെ വിളിക്കുന്നു. ചേർന്ന് പാടാം. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തന്നലായി നഗതാരിതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് ശ്രദ്ധിക്കാമോ? വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അനന്തമായ ശക്തി, അത്ഭുതകരമായ ദൈവിക മഹത്വം ദേവാലയത്തിലോ ദൈവജനത്തിലോ വെളിപ്പെടുന്നു. യേശു സാന്നിധ്യം, ഉത്ഥാനം ചെയ്ത യേശു, ലാസറിനെ ഏൽപ്പിച്ച യേശു ഇതാ ജനമധ്യത്തിലോ ജനങ്ങളുടെ ഈശോ സഞ്ചരിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെപ്പോൾ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമിന്നന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹായേ നീ കൃപയായി വാ. വലിയ ദൃഷ്ടിയോടെ ഉണർവോടെ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കും. തന്റെ മഹത്വം തന്റെ ജനത്തിന്റെ മേല് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിചിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ ജെറുസലേം പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്തു. കരമുയർത്തി വിളിച്ചോയെന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു.
ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മ നിറവിൽ വിളിക്കുന്നു. ചേർന്ന് പാടാം. ഭയന്ന് വിറച്ച സ്നേഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയും നീകിയവോ. ഭയന്ന് വിറച്ച സ്നേഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയും നീകിയവോ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഫലദാനവരങ്ങളാലെ ശോഭിതമാക്കണമേ. ഓരേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. ഓരേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ നീ നാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായിൽ നീ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ നീ നാവായി വാ, റൂഹായേ വെൺപ്രാവായി വാ, റൂഹായിൽ നീ നിറവായി വാ, റൂഹായിൽ നീ കൃപയായി 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 വാ. ഹല്ലേലൂയ 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 വിളിക്കുന്നു, മുൻനിരയിൽ നിൽക്കുന്ന യേശുവേ എന്ന് വിളിക്കുന്നു, മധ്യഭാഗത്ത് നിൽക്കുന്ന യേശുവേ എന്ന് വിളിക്കുന്നു, ഏറ്റവും പിൻഭാഗത്ത് നിൽക്കുന്ന യേശുവേ എന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, ശക്തി വ്യാപരിക്കപ്പെടുന്നു. യേശുവിലേക്ക് നോക്കിക്കേ, ഒത്തിരി സ്നേഹത്തോടെ നോക്കിക്കേ. ലാസറിനെ ഉയർപ്പിച്ച അതേ ദൈവം തന്നെ നമ്മുടെ മധ്യത്തിലായിരിക്കുക. രോഗബാധിതനാണെന്ന് കേട്ടപ്പോൾ യേശു പറഞ്ഞതിനാ തൻ്റെ മഹത്വത്തോടെ വെളിപ്പെടുത്താൻ പോയി. യേശു മർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. ദൈവം നമ്മളെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്താൻ കാരണം. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന് നമ്മളുള്ള സ്നേഹവുമാണ് നമ്മളെ ഈ ആലയത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ ദേവാലയത്തിൽ എത്തിച്ചിരിക്കുന്നത്. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറേ ഉള്ളൂ. പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. ആ രാത്രി നടക്കുമ്പോൾ തട്ടി വീഴുന്നു, കാരണം അവൻ പ്രകാശത്തിലല്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു തൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമാക്കി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ആ വലിയ സ്നേഹം, ഈശോയോട് കൂടെ പോകാം. ഈശോയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാലും അതോടിനോട് കൂടെ നമുക്ക് യേശുവിൻ്റെ കൂടെ പോകുമ്പോൾ സ്വർഗീയ യാത്രയിൽ എന്തെല്ലാം സംഭവിച്ചാലും നമുക്കൊന്നും ഏൽക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല. നമുക്ക് അവനോടൊപ്പം പോകാം. പ്രിയ ദൈവജനമേ, എന്തെല്ലാം സംഭവിച്ചാലും, ജീവൻ അപഹരിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ പോലും സുവിശേഷത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന്,
യേശുവിൽ നിന്ന്, അത് പ്രഘോഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുന്ന ഈ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസപൂർവം ധൈര്യത്തോടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുക, അവരെ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഈ വചനം കാരണമാകുമെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട്. വചനം ആരിലേക്ക് കടന്നു ചെല്ലുന്നോ അവനില് ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി, ഉയർപ്പിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുമെന്ന് ഈശോ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തി വിളിക്കാമോ? നമുക്ക് ചേർന്ന് പാടി നൽകും മുട്ടുമേലാകാമോ? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. യേശുവേ, പിടിച്ച് യേശുവേ, 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 യേശുവേ. കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവേ, 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 വിളിച്ചു യേശുവേ, യേശുവേ, സ്നേഹത്തെ വിളിച്ചേ. യേശുവേ, ഞാൻ വേദനിക്കാതിരിക്കുവാൻ യേശുവേ, അവൻ വേദനകൾ ഏറ്റെടുത്തു. യേശുവേ, ഞാൻ ദുഃഖിക്കാതിരിക്കുവാൻ അവൻ ദുഃഖത്തെ ഏറ്റെടുത്തു.
ഞാൻ ആകാതിരിക്കുവാൻ അവൻ രോഗങ്ങളെ ഏറ്റെടുത്തു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് യെശയ്യാ പ്രവചിച്ചത് നമ്മുടെ ശരീരത്തിലാണ് നിറവേറിയത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോ എന്നെ സുഖപ്പെടുത്തണേ. ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് ആ തടിക്കഷത്തോട് ചേർത്ത് വെച്ചത് ശാപത്തിന്റെ അടയാളമായി കുരിശിനെ മഹത്വത്തിന്റെ അടയാളമാക്കി മാറ്റുവാനാണ്. യേശുവിലേക്ക് നോക്കുമ്പോ ശാപഗ്രസ്തനായ ഞാൻ അനുഗ്രഹമായിട്ട് മാറുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാണ് ആ തടിക്കഷത്തോട് ചേർന്ന് കിടക്കുന്ന വചനമാകുന്ന ദൈവം, ആ ദൈവത്തെയാണ് നാം സ്നേഹിക്കേണ്ടതെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ച മക്കള്, ഈശോ എന്നെ സ്വന്തമാക്കണേ. ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച മക്കളെ, ഈശോ നമുക്ക് സ്വന്തമാണ്. അവൻ ഉയർത്തപ്പെട്ടു കാൽവരിയുടെ നെറുകയിലോ. ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഒരുവൻ പോലും ശിക്ഷയ്ക്ക് വിധേയപ്പെടാതെ ശിക്ഷാവിധിയിൽ നിന്ന് എല്ലാവരും ഒഴിവാകുവാൻ അവൻ ശിക്ഷാവിധിക്ക് അധീനനായിക്കൊണ്ട് ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ ഈശോയെന്ന് വിളിക്കാമോ? ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. യേശുവേ വിളിക്കാമോ? യേശുവേ 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 കണ്ണുനീരോടെ വിളിച്ചു യേശുവേ യേശുവേ, അനുതാപത്തോടെ വിളിച്ചു യേശുവേ, എന്നെ ഒരു അനുഗ്രഹമാക്കണം. യേശുവേ യേശുവേ, കഴുകണേ രക്തത്താൽ കഴുകണേ എല്ലാ മലിനതകളിൽ നിന്നും. യേശുവേ കഴുകണേ തിരുരക്തത്താൽ എന്നെ കഴുകണേ. ചേർന്ന് പാടിക്കേ. യേശുവേ കഴുകണേ തിരുരക്തത്താൽ എന്നെ കഴുകണേ. യേശുവേ 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 യേശുവേ. ലൂക്കാസ് വിശേഷം 23-ാം അധ്യായം 26 മുതൽ തിരുവചനം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു ക്രീനാക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസം വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്ന് പറയാൻ തുടങ്ങും. പച്ചത്തൊടിയോട് ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? കുറ്റവാളികളായ മറ്റു 2 പേരെയും അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി.
തലയോടെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിക്കുവാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ തന്നെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശുവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ആയിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കും. നമ്മളെ നോക്കി ഈശോ പറയുന്നു, മക്കളെ, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കും. കരമൊന്ന് നീട്ടിപ്പിടിച്ച് ആ വചനം നമുക്ക് ആവർത്തിച്ച് പറയാം. നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, സ്വരമുയർത്തി, നീ മാത്രമെൻ സഹായം. ശക്തിയോടെ യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. മറ്റാരും എന്നെ സഹായിക്കാനില്ല. യേശു ഈ ബലഹീനതയിലോ, ഈ തകർച്ചകളിലോ, ഈ ഇല്ലായ്മകളിലോ, ഈ ദാരിദ്ര്യത്തിലോ, ഈ വഴക്കിനുള്ളിലോ, ഈ കുടുംബകലഹത്തിനുള്ളിലോ ഞാൻ ആയിരിക്കുമ്പോ എന്നെ രക്ഷിക്കുവാൻ മറ്റാരും ഇല്ല. കർത്താവേ, ഈ ഒരവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. അവിടുന്ന് കുരിശിൽ കടന്നുകൊണ്ട് നല്ല കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പരദീസ അനുഭവം അവന് കൊടുത്തു. എങ്കിലോ പ്രിയ ദൈവജനമേ, ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കൾക്കും പരദീസ നൽകിക്കൊണ്ട് തന്റെ ദൈവം തന്റെ മക്കളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. കരമുയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിച്ച് നീ എന്നോടുകൂടെ പരദീസയിലായിരിക്കുമെന്ന് അരുളി ചെയ്ത മിശിഹായുടെ സാന്നിധ്യം ഇതാ വെളിപ്പെടുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, നല്ല കള്ളം വിളിച്ച പോലെ വിളിക്കുന്നു. നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോൾ ശത്രുക്കൾ എൻ ചുറ്റും
പെരുകിയപ്പോ നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോ അന്നെന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതാ യേശുവിൻ മുൻപിൽ പൂർണ്ണമായി മാപ്പു നൽകുന്നു. യേശുവേ യേശുവേ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചേ. നീ മാത്രമെൻ സഹായം. ഓരാവശ്യങ്ങളിൽ യേശു മാത്രം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. ഓരോ വേദനകളിൽ യേശു മാത്രം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. സ്നേഹമുള്ളോരെന്നു കരുതിയന്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. ദൈവമേ സ്നേഹമുള്ളോരെന്നു കരുതിയന്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. അന്നെന്നെ ചതിക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തെനിക്കേകൂ അവർക്കു ഞാൻ നന്മ നേരുന്നു. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. നീ മാത്രമാണ് നീ മാത്രമെൻ സഹായം. യേശുവേ എന്നല്ലാതെ വേറെ ആരും. നീ മാത്രമെൻ സഹായം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് യേശുവിന്റെ സ്നേഹമെന്ന് സുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. കണ്ണു തുറന്ന് യേശുവിലേക്ക് നോക്കാം. ആ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മ മറന്നാലും മറക്കാത്തൊരു സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന്, സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. പെറ്റമ്മ പോലും മറന്നുപോയേക്കാം. പ്രിയ മക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ സഭയിൽ ആത്മാവ് എത്രമാത്രം അപ്പസ്തോലന്മാരെ പൂരിതരാക്കി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സകലത് ഉപേക്ഷിച്ചു, യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച്, ഭജനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിച്ചവരാണ് അപ്പസ്തോലന്മാർ, രക്തസാക്ഷികൾ. എല്ലാം വിട്ടുകൊടുത്തു. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളും നൈമിഷിക സുഖങ്ങളും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്, അവയെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് സ്വർഗീയമായ ആനന്ദത്തിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ് അപ്പസ്തോലന്മാർ. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ചവരാണ് രക്തസാക്ഷികൾ. കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചവരാണ്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചവരാണ് രക്തസാക്ഷികൾ. മക്കൾ ആഗ്രഹിച്ചേ, എന്താണ് ആഗ്രഹിക്കുന്നത്? ഹൃദയമാണോ? ഉള്ളിലേക്ക് കേൾക്കും. രക്തസാക്ഷിത്വത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അപ്പസ്തോലിക അഭിഷേകം വ്യാപരിക്കപ്പെടുകയും സഭയുടെ അധികാരം നമ്മളിൽ വെളിപ്പെടുകയും, പത്രോസ് നീ പാറയാകും, നീ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, നരക കവാടം
അതിനെതിരെ പ്രബലപ്പെടുത്തില്ല. സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസിനെ ഏൽപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, പത്രോസിനോട് പറയുന്നുണ്ട്, യേശു നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആടുകളെ മേയ്ക്കുക. പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നോ? വീണ്ടും ഈശോ ചോദിക്കുക. നീ എന്നെ അറിയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈശോ. ആടുകളെ മേയ്ക്കുക. പത്രോസേ, നീ എന്നെ അറിയുന്നില്ലയോ? അങ്ങേ അറിയുന്ന പത്രോസ്. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ അറിയുന്ന പത്രോസ്. മക്കളെ പ്രാർത്ഥിച്ച് നീ എന്നെ അറിയുന്നില്ലയോ? ദൈവം അറിയുന്ന ഒരു മനുഷ്യനായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. ദൈവം അറിയുന്ന ഒരു മനുഷ്യനായിട്ട് പത്രോസിനെ പോലെ ഞാനും നിങ്ങളും മാറ്റപ്പെടണമെന്ന് ഈശോ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പത്രോസിനെ കുഞ്ഞാടുകളെ മേയ്ക്കുവാനായിട്ട് അധികാരം കൊടുത്തു. എങ്കിൽ പ്രിയ ദൈവജനമേ, നമ്മളെ അറിയുന്നൊരു ദൈവം, നാം അറിയുന്നൊരു ദൈവം, നമ്മളെ അറിയുന്നൊരു ദൈവം, ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. നാം അറിയുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ആ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ അഭിഷേകം തികച്ചുകൊണ്ട് ആത്മാവിന്റെ നിറവില് ആരെയും തിരിച്ചറിയാതെ കരങ്ങളടിച്ച് വിശ്വാസത്തോടെ പാടി നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. അത്ഭുതകരമായ ദൈവിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. കരമടിച്ചേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ. അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി. കരങ്ങൾ ഉയർത്തിയടിച്ച് എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. നിറയട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ, ബന്ധിതർ മോചിതരാകട്ടെ, അന്തർക്ക് കാഴ്ച ലഭിക്കപ്പെടട്ടെ, അടിച്ചമർത്തപ്പെട്ടവർ സ്വതന്ത്രരാകപ്പെടട്ടെ. കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും വ്യാപരിക്കപ്പെടട്ടെ. എല്ലാവരിലേക്കും കർത്താവിന്റെ കൃപ നിറയപ്പെടട്ടെ. വലിയൊരു അഭിഷേകം സമൂഹത്തിന്റെ മേല് വെളിപ്പെടട്ടെ എന്ന് ദാസർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തില് സംഭവിക്കട്ടെ. സാത്താനിക ശക്തികള്, സാത്താനിക കോട്ടകള് യേശുവിന്റെ നാമത്തിലെ ശക്തിയാൽ തകർക്കപ്പെടട്ടെ. സാത്താനിക ശക്തിയുടെ തലകൾ തകർക്കപ്പെടട്ടെ. കരമുയർത്തി വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. അന്ധകാര ശക്തികള് കെട്ടഴിഞ്ഞു പോകട്ടെ, രോഗപീഠകള് വിട്ടഴിഞ്ഞു പോകട്ടെ. കർത്താവിന്റെ മഹത്വം ദൈവജനത്തിന്റെ മേല് വെളിപ്പെടട്ടെ. രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, അവിടുത്തെ നാമത്തിന്റെ ശക്തിയാല് ഇപ്പോൾ വെളിപ്പെടട്ടെ. സാമ്പത്തിക ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തില് കെട്ടഴിഞ്ഞു പോകട്ടെ. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, അഭിഷേകത്തോട് വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, ദൈവകൃപയാൽ വിളിക്കുന്നു. കരമടിച്ചു പാടാം. ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ.
ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി വാ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി വാ. അഭിഷേകത്തോടെ എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. സ്നേഹത്തോടെ ആത്മാവിൻ തീയാണേ, വിശ്വാസത്തോടെ ആത്മാവിൻ തീയാണേ, അഭിഷേകത്തോടെ ആത്മാവിൻ തീയാണേ, ദൈവകൃപ നിറഞ്ഞ ആത്മാവിൻ തീയാണേ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ ആത്മാവിൻ തീയാണേ, ഇറങ്ങിയ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ സീനായി മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നു. താബോർ മലയുടെ മുകളില് രൂപാന്തരപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം ഇതാ വെളിപ്പെടുന്നു. താബോർ മലയുടെ മുകളില് രൂപാന്തരപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം ഇതാ ഈ ആലയത്തില് വെളിപ്പെടുന്നു. യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവജനം ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. താബോർ മലയുടെ മുകളില് ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം, വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം, രൂപാന്തരപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ഇത് ആലയത്തില് തന്റെ ജനത്തിന്റെ മേല്, തന്റെ മക്കളുടെ മേല്, തന്റെ കുടുംബത്തിന്റെ മേല്, തന്റെ ദേശത്തിന്റെ മേല്, ദേശനിവാസികളുടെ മേല്, ഭരണകർത്താക്കളുടെ മേല്, കടന്നു വരുന്ന മക്കളുടെ മേല്, എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി ഒറ്റ വിളിച്ചോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് ഉച്ചസ്വരത്തിൽ വിളിക്കുന്നു. മുട്ടുമേലാകാം. നമ്മുടെ എല്ലാ നിയമങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇവിടെയും വിദേശ രാജ്യങ്ങളിലുമായിരുന്നു കൊണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവര് അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുകയാണ്. ഇവിടെ 2.5 വർഷമായിട്ട് വിദേശത്ത് ജോലിയില്ലാതെ അവരുടെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ, ഇന്ത്യയിൽ സമ്പാദിച്ചു അവിടെ ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും തീർന്ന് അവസാനം യാതൊരു ഗതിയില്ലാതെ പല സ്ഥലത്തും കടമൊക്കെ മേടിച്ചിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ധൂപാർച്ചന കാണുകയുണ്ടായി, ധൂപം ഉയരുന്നത് കാണുകയുണ്ടായി. അപ്പോൾ അവരോട് പറഞ്ഞു, ആ ദേശത്ത് നിന്ന്, അവർ വിദേശത്താണ്, ആ ദേശത്ത് നിന്ന് ഈ ആലയത്തിൽ ധൂപാർച്ചന നടത്താനുള്ള ആ കുന്തിരിക്കം മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചു. 2 ദിവസത്തിനുള്ളിൽ അവർക്ക് ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? നമുക്ക് എല്ലാ നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും ഭർത്തിയരു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരി, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരമുയർത്തുന്ന ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങളെയും ദിവ്യാനാഥന്റെ സന്നദ്ധി പൊക്കൾ വെച്ച് ആഗ്രഹമാക്കിയിരിക്കുന്ന കുടുംബത്തെയും എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ട് കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ സ്വരമുയർത്തി അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യാശയോടെ വിളിക്കാമോ? അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? ലാസറിന്റെ കുടുംബത്തെ സ്നേഹിച്ച ഈശോയെ വിളിക്കാമോ? ലാസറിനെ ഏർപ്പിച്ച ഈശോയെ വിളിക്കാമോ? ആ വേദന അവരെ മോചിപ്പിച്ച ഈശോവിനെ വിളിക്കാമോ? സകല വേദനകളും നമ്മളെ മോചിപ്പിക്കുന്ന യേശുവിനെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യാശയോടെ വിളിക്കാമോ?
ശിരസ് നമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത ധ്യാനം മെയ് മാസം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. അപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ആളുകളെ പറഞ്ഞയക്കുക. അതുപോലെ ധ്യാനിച്ചിട്ടില്ലാത്തവർക്ക് ഒരവസരം കൂടെ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയുടെ ആരംഭിച്ച് 22-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ധ്യാനം അവസാനിക്കുന്നതായിരിക്കും. ധ്യാനത്തിലേക്ക് കുട്ടികളെയും അതുപോലെ മുതിർന്നവരും മാതാപിതാക്കളൊക്കെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ കൃത്യം 10 മണിക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ ശുശ്രൂഷ 3 മണി വരെ ഈ ദേവാലയത്തിലും അതിനുശേഷം താഴെ കപ്പളയിൽ നിന്ന് കുരിശിൻ്റെ വഴി ആരംഭിച്ച് മുകളിൽ എത്തി ശുശ്രൂഷ കഴിയുമ്പോൾ യേശുവിൻ്റെ ക്രൂശിൽ തറച്ച അതേ കുരിശിൻ്റെ തിരുശേഷിപ്പുണ്ട്. ആ തിരുശേഷിപ്പ് അണക്കം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ശുശ്രൂഷകളിലും പൂർണ്ണമായിട്ട് ഈ മലമുകളിൽ ഈ വർഷം നമുക്ക് പങ്കുചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു.